ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസിയായിട്ട് എങ്ങനെ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ചിക്കൻ കഴുകി വെക്കുക. ഇതിന് മല്ലിയില, പുതിനയില, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഹൈദരാബാദ് ബിരിയാണി സ്പെഷ്യൽ മസാല, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, തൈര് ആവശ്യത്തിന്, തൈര് ഒഴിച്ച് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മസാലയിൽ തക്കാളി ചേർത്തും ചേർക്കാതെയും ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. വറുത്തെടുക്കാനുള്ള സവാള ചേർക്കുക. അതിൽ 1 നുള്ള് ഉപ്പ് ചേർക്കുക. ഇനി ഇത് നന്നായി മൊരിച്ചെടുക്കുക. മൊരിഞ്ഞു വരുമ്പോൾ കറിവേപ്പില ചേർക്കുക. മാറ്റിവെച്ച മസാലയിലേക്ക് മൊരിച്ചു വെച്ച സവാള ചേർക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. കുക്കർ അടുപ്പിൽ വെച്ച് അല്പം ഓയിൽ ഒഴിച്ച് മസാല അതിലേക്ക് ചേർക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഒരു സ്പൂൺ നെയ്യ് ഇട്ട് വഴറ്റുക. സവാള വറുത്തെടുത്ത ഓയിലിൽ നിന്ന് അല്പം ഒഴിക്കുക. കുക്കറിൽ അടച്ചു വെക്കുക. വിസിലിടേണ്ടതില്ല. ചിക്കൻ വെന്തതിന് ശേഷം കുക്കറിലേക്ക് റൈസ് ഇടുക. വറുത്ത് മാറ്റിവെച്ച സവാള, ഹൈദരാബാദ് ബിരിയാണി സ്പെഷ്യൽ മസാല, ഗരം മസാല, ഓയിൽ ഇവയെല്ലാം ചേർക്കുക. അതിനു മുകളിൽ വീണ്ടും റൈസ് ഇടുക. ഓയിൽ, സവാള, മസാലപ്പൊടി ഇവയെല്ലാം ചേർക്കുക. മുകളിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കുക്കർ അടക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റുക. ആവി വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കി വിസിലിടുക. അല്പസമയത്തിന് ശേഷം വേറെ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് റൈസ് അതിലേക്ക് ഇടുക.
അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളുടെ ടേസ്റ്റി ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. Close your eyes for a minute.